പടച്ചോനോർത്ത് നിങ്ങൾ നാട്ടിലുള്ളവർക്കൊന്ന് കൂടുതൽ ശ്രദ്ധിക്കട്ടോ. പ്രത്യേകിച്ച് ഈ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടുകാർക്ക്. അവർക്കറിയില്ല ഈ വരുന്ന പാമ്പ് ഇഴജന്തുക്കള് അപകടകാരിയാണെന്ന് പോലും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. അവര് കണ്ണി കണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചിലപ്പോൾ കൈയിടും. അതുപോലെ തന്നെ എവിടെ എന്തിരിക്കണമെന്ന് അറിയാൻ പറ്റാവുന്ന ബോധം കൂടി അവർക്ക് ഉണ്ടാവില്ല. ഇപ്പം എത്ര ഇൻസിഡന്റുകളായി കാണുന്നത്. മുമ്പ് തെരുവ് നായ്ക്കളായിരുന്നു നാട്ടിൽ പേടിക്കേണ്ടത്. ഇപ്പൊ തെരുവ് നായ്ക്കളുടെ കൂടെ എന്താ പറയാ വിഷജന്തുക്കളും കൂടി പേടിക്കേണ്ട അവസ്ഥയാണ്. തൃശ്ശൂർ കിടക്കപ്പായൽ തലയാണ്ട് അടിയെന്ന് 2 കുട്ടികളെ കടിച്ചത്. പിന്നെ അതിനുശേഷം തൃശ്ശൂർ തന്നെ വീണ്ടും ഇൻസിഡന്റ്. ഇപ്പൊ തിരുവനന്തപുരത്ത് വേറെ ഇൻസിഡന്റ് ഒരുപാടായിട്ട് കേൾക്കുന്നുണ്ട്. അത് ഇവിടെ ഉള്ളവർ കേൾക്കുമ്പോൾ വല്ലാത്ത ടെൻഷനാണ് നാട്ടിൽ. ഇപ്പം എങ്ങനെ അത് മാനേജ് ചെയ്യാന്ന് വെച്ചിട്ട് ശ്രദ്ധകൾ പലപ്പോഴും വലിയ അപകടത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എവിടെയൊക്കെയാണ് ഇത്രയും ചൂട് കൂടിയ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഈറ്റങ്ങൾ വന്നു കയറാന്നൊരു പിടി ഉണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ആ ലൂപ്പ് ഹോളിനുള്ളിൽ കൂടെ അവരെ രക്ഷിക്കാനുള്ള രീതിയിൽ ജന്തുക്കൾ അകത്തോട്ട് കയറും. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ ലൂപ്പ് ഹോളുകൾ വീട്ടിലുണ്ടോ അതൊക്കെ എല്ലാം അടച്ചു വെക്കുക. പല വീടുകളിലും കാണാം ഈ ചില ജനാലകൾ മാക്സിമം താഴത്ത് തറയോട് ചേർന്നിട്ടൊക്കെയുള്ള ജനാലകളുണ്ടാവും. അത് തുറന്നിടുന്നവരുണ്ടാവും. അതിനകത്ത് കൂടെ പാമ്പുകൾ കയറാം. വാതിലുകൾ തുറന്നിടുന്നവരുണ്ടാവും. അതിനകത്ത് കൂടെ പാമ്പുകൾ കയറാം. വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ജനാലകൾ തുറന്നതുണ്ടാവും. ഇനി അപ്പുറത്ത് ആ ജനലോട് ചേർന്നിട്ട് വല്ല മരക്കഷ്ണങ്ങളോ വല്ല ബെഞ്ചോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. അതും കൂടെ പാമ്പകത്തോട്ട് കയറാം. വ്യക്തമായിട്ട് തണുപ്പ് അല്ലെങ്കിൽ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഭാഗത്തോട്ട് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവരങ്ങോട്ട് വരും. ഇത് പാമ്പിന് വരുമ്പോൾ ഇഴജന്തുക്കൾക്ക് വരുമ്പോൾ ഇന്ന വീട്ടുകാരൊന്നുമില്ലല്ലോ. അപ്പോൾ ഷൂസിൻ്റെ ഉള്ളിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വാഹനത്തിൽ കയറാൻ പോകുമ്പോൾ അവിടെ ബാഗ് വാഹനത്തിൻ്റെ അടിഭാഗം ചെടിച്ചട്ടിലുള്ള ഭാഗം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. ഇപ്പോൾ ചിലയിടത്തൊക്കെ കണ്ടിരുന്നു AC-യുടെ വെന്റിൻ്റെ ഉള്ളിൽ വരെ പാമ്പ് വന്നിരിക്കുന്നു. ഇത്ര ഹൈറ്റിൽ എങ്ങനെ കയറി? അത് വീടിനോട് ചാഞ്ഞ് നിൽക്കുന്ന ഏതെങ്കിലും മരത്തുമ്മ കൂടെയൊക്കെ പാമ്പ് കഴിഞ്ഞ് കയറി അകത്ത് കയറി അതിൻ്റെ ഇടയിൽ കൂടെ എയർ ഹോൾ കാണുമ്പോൾ എയർ ഹോളിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ലൂപ്പുകളിൽ കൂടെ അകത്ത് കയറുന്നു. അടുക്കളയുടെ വെന്റ് ഇതുണ്ടല്ലോ ഡ്രൈനേജ് വെന്റ്, അത് പുറത്തോട്ട് പോയിട്ട് അവിടുത്തെ ഹെഡ് ഓപ്പൺ ആണ്. ആ ഹെഡിൻ്റെ ഉള്ളിൽ കൂടെ അകത്തോട്ട് പാമ്പ് കയറി അതിൽ പ്രസവിച്ച് കിടന്ന് അതിൻ്റെ കൊച്ചുങ്ങൾ വരെ അകത്തോട്ട് കയറി. എല്ലാത്തിനുപരി നമ്മൾ ഒബ്സർവ് ചെയ്യുക, ശ്രദ്ധിക്കുക എന്താണ് നമ്മുടെ പരിസരത്ത് നടക്കുന്നത്, പരിസരത്തിലുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാതിലിൻ്റെ പിടിയമൽ പോലും പലപ്പോഴും നമ്മൾ രാവിലത്തെ ഡോർ തുറക്കുമ്പോൾ ആവുമൊക്കെ വന്ന് പാമ്പിരുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ താലോലിച്ച് വിടാതിരിക്കുക. തെരുവുനായ ആക്രമണത്തിൽ പോലും എത്ര കൊച്ചുങ്ങളെ കടിച്ചാൽ പോലും അവരെ താലോലിക്കാമെന്ന കുറേ ടീമുകളുണ്ടല്ലോ. ആ ടീമുകളുടെ സ്വഭാവം കൂടി എടുക്കാതിരിക്കുക. മനുഷ്യൻ്റെ ലൈഫിനാണ് ഇമ്പോർട്ടൻസ്, ജീവനാണ് ഇമ്പോർട്ടൻസ്. സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലോ ഏൽക്കുമ്പോഴേ അത് അത്രമാത്രം എന്താ പറയുക പ്രശ്നമായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ